പണ്ട് കാർട്ടൂൺസിലും ബുക്സിലും ഒക്കെ കാണുന്ന വീടുകളും സ്ഥലങ്ങളും ഒക്കെ സാങ്കല്പികമാണെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അങ്ങനെ ഒരു ബുക്കിനെ നേരെ പുറത്തേക്ക് വന്ന പോലുള്ളൊരു ടൗൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, ഇന്ന് നമ്മൾ ജർമ്മനിയിലെ ഏറ്റവും മനോഹരമായ ചരിത്ര നഗരങ്ങളിൽ ഒന്നായ ക്വെറ്റ്ലിൻബെർഗിലേക്ക് ഒരു യാത്ര പോവാണ്. ദേ ഇവിടെയാണ് തുടക്കം. നല്ല തെളിഞ്ഞ വെള്ളത്തിന് മേളിൽ ഒരു പാലം, അതിനക്കരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടുത്തെ മലയാളികൾ കിടിലംബർഗ് നോമനപ്പേരിട്ട് വിളിക്കുന്ന ക്വെറ്റ്ലിൻബെർഗ് പട്ടണം. ഈ ടൗൺ ഇന്നും പ്രിസർവ് ചെയ്യപ്പെടുന്നു. ഇവിടെ ആളുകൾ ജീവിക്കുന്നു, വരുന്നു, പോകുന്നു. ഇതാണ് ക്വെറ്റ്ലിൻബെർഗിലെ സിറ്റി സെന്റർ. സിറ്റി സെന്റർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളില്ലേ? തിരക്ക്, ബഹളം, ശബ്ദം. ഇവിടുത്തെ തിരക്ക് ഇതാ. സിറ്റി സെന്ററിൽ വരുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന മനോഹരമായ ഈ കെട്ടിടമാണ് ഇവിടുത്തെ ടൗൺ ഹാൾ. ഇതൊരു റിനൈസൻസ് ബിൽഡിംഗ് ആണ്. നമ്മളെപ്പോലും പേടിയില്ലാത്ത കുറെ പ്രാവുകൾ, അവരുടെ തിരക്ക്, പിന്നെ അതുങ്ങളുടെ ചിറകടി ശബ്ദം. ഇവർക്ക് പേടിയില്ലെന്ന് പറയുന്നത് ചുമ്മാ അല്ല കേട്ടോ. ഞാൻ അവരെ ഒന്ന് പറപ്പിക്കാൻ നോക്കി. ഇതേ കണ്ടോ എങ്ങനെ ഇരിക്കുന്നു? ടൗണിൽ നിന്ന് നോക്കുമ്പോഴേ കാണുന്ന ഈ സ്പയർ 800 വർഷം പഴക്കമുള്ള സെന്റ് നിക്കോളാസ് ചർച്ചിന്റെ ആണ്. കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പള്ളിയിലേക്കുള്ള വഴി കണ്ടുപിടിക്കലായി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ റോഡ്സ്. വർഷങ്ങൾ പഴക്കമുള്ള കോബിൾ സ്റ്റോൺ റോഡ്സ് ആണ് മുഴുവൻ. ഇത്രയും കാലം കഴിഞ്ഞിട്ടും മോഡേൺ അസ്ഫാൾട്ട് റോഡ്സ് ഇവിടെ ഇല്ലേയില്ല. അതുകൊണ്ട് തന്നെ ടൗണിൻ്റെ ഒരു ഫെയറി ടെയിൽ അറ്റ്മോസ്ഫിയർ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടിട്ടുമില്ല. റോഡ്സിൻ്റെ രണ്ട് സൈഡിലും വീടുകളാണ്. ടൗണിലാണെങ്കിൽ ഷോപ്പുകളും കഫേകളും. സമ്മർ ടൈമിൽ ജർമ്മൻസ് കൂടുതലും റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തിരുന്ന ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കോവളം, വർക്കല പോലെ നമ്മുടെ നാട്ടിലെ യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ റെസ്റ്റോറൻറ്റ്സിലും ഇങ്ങനെയുള്ള ഡൈനിങ് സെറ്റപ്പ് ആണല്ലോ എന്ന് ഞാനിപ്പോൾ ഓർത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം തോന്നി. ഗൂഗിളിൽ നോക്കിയപ്പോൾ 200 മീറ്റർ അപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. പബ്ലിക് ടോയ്ലറ്റ് ആണ്. ഞങ്ങൾ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടി. ഇത്രയും വിസിറ്റേഴ്സ് വരുന്ന സ്ഥലത്തായിട്ട് കൂടി ടോയ്ലറ്റ് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു. ഈ ടൗണിന്റെ പല ഭാഗത്തും ഇങ്ങനെ അരുവികൾ ഒഴുകുന്ന കാണാം. എല്ലായിടത്തും നല്ല തെളിഞ്ഞ വെള്ളം. നോ പൊല്യൂഷൻ, നോ പ്ലാസ്റ്റിക്. ഈ മേളി കാണുന്നതാണ് ഇവിടുത്തെ കാസിൽ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല. ഇവിടുത്തെ എൻട്രി 5:30 ക്ലോസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 5:30 അതുകൊണ്ട് കാസിലിന് മുന്നിലുള്ള ഗാർഡൻ കാണാൻ വേണ്ടി മേളിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. കാസിലിന്റെ മുന്നിൽ നിന്ന് ക്വെറ്റ്ലിൻബെർഗ് ടൗണിന്റെ വ്യൂ. I really felt I was in a cartoon world. ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് പീക്ക്, അതാണിവിടം. അതെന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓരോ വീടും പൂക്കളാൽ സമൃദ്ധം. പല കളർ, പല ഫ്രേഗ്രൻസ്.
നഗരത്തെ മനോഹരമാക്കുന്നത് വലിയ സ്മാരകങ്ങളോ പ്രതിമകളോ ഒന്നുമല്ല. ഒരു ചെറിയ പൂന്തോട്ടം, ജനാലയ്ക്കരികിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, ഒരു പഴയ മരവാതിൽ. ആൻഡ് ദിസ് പ്ലേസ് പ്രൂവ്സ് ഇസ് റൈറ്റ്. പല നിറത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ വീടും പരിസരങ്ങളും. ഇവിടെ നിങ്ങൾ എത്ര പതുക്കെ നടക്കുന്നോ അത്രയും കൂടുതൽ സൗന്ദര്യം കണ്ടെത്തും. Oh, you reached this point? Thank you so much for watching my video. And if you like this video, please like, comment and share.